നമസ്കാരം. പ്രധാന വാർത്തകൾ. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിക്ക് കത്തെഴുതേണ്ടി വന്നത് അപമാനകരം. വി ഡി സതീശൻ. വയനാട് പുനരധിവാസത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തോട് ഒട്ടും ക്രിയാത്മകമായ പ്രതികരണമല്ല സംസ്ഥാന സർക്കാർ നടത്തിയതെന്നും കർണാടക സർക്കാർ അയച്ച കത്തിന് മറുപടി നൽകാൻ പോലും കേരളം തയ്യാറായില്ല എന്നത് ഗുരുതരമായ സാഹചര്യമാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു. അപകടത്തിൽപ്പെട്ട ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതോടെ ആളിക്കത്തി, യുവാവിന് പൊള്ളലേറ്റു. അപകടത്തിൽപ്പെട്ട ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ തൃശൂർ വരയിടം റൂട്ടിൽ കൊട്ടേക്കാട് വെച്ച് ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. ബൈക്കിൽ നിന്ന് ഉടനെ പെട്രോൾ ലീക്കായി. ഈ വിവരം അറിയാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതോടെ ആളി കത്തുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരന് സാരമായി പൊള്ളലേറ്റു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. പരിക്കേറ്റ ആളെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുഷ്പ കാണാൻ തമിഴ്നാട്ടിലേക്ക്, യുവാവ് മരിച്ചു. സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ. പുഷ്പ 2 സിനിമ കാണാൻ തമിഴ്നാട്ടിൽ പോയ യുവാവ് അപകടത്തിൽ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ. വണ്ടിപ്പെരിയാർ HPC മൂലക്കയം പുതുവൽ ജയറാം പ്രദീപാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. മൂലക്കയം സ്വദേശിയായ രാഹുൽ ഗുരുതരാവസ്ഥയിൽ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2-ന് ഇവർ സഞ്ചരിച്ച ബൈക്ക് കമ്പത്ത് വെച്ച ബസ്സിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ മധുരൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജയറാം പ്രദീപ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി ചൊറിയണം തേച്ചു. ആലപ്പുഴ ഡിവൈഎസ്പിക്ക് ശിക്ഷ. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി ചൊറിയണം തേച്ച സംഭവത്തിൽ ഡിവൈഎസ്പിക്ക് 1 മാസം തടവും 1000 രൂപ പിഴയും. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെയാണ് ചേർത്തല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. 18 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അന്ന് ചേർത്തല SI ആയിരുന്നു മധുബാബു. ഒപ്പമുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിളിനെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിൽ മോഷണം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിൽ മോഷണം. സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുസാധനങ്ങൾ മോഷ്ടാക്കൾ അപഹരിച്ചു. സംഭവത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.